ഈ അടുത്ത കാലത്ത് ലാസ്റ്റ് ചെൽസിനായിട്ടുള്ള കളിക്ക് ശേഷം ഇപ്പം അടുത്തൊന്നും ബാർസലോണേൻ്റെ ഇത്രയും മോശം ഒരു പെർഫോമൻസ് കണ്ടിട്ടില്ല. ഒരു 3-4 മാസത്തിനിടയിലുള്ള ഏറ്റവും വേസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ബാർസലോണ തന്നെ ഗ്രൗണ്ടിലുണ്ടായിരുന്നു സംശയം. ഫസ്റ്റ് ഹാഫിൽ ലൈക്ക് അത്ലറ്റിക്കോ കംപ്ലീറ്റ്ലി ഔട്ട് പ്ലേഡ് ബാർസലോണ. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ചാൻസ് പോലും കിട്ടാത്ത ഒരു രീതിയിൽ അത്ലറ്റിക്കോൻ്റെ അറ്റാക്കിങ് അത്രയും ഷാർപ്പായിരുന്നു. പിൻ ടു പിൻ ആയിരുന്നു അത്ലറ്റിക്കോൻ്റെ അറ്റാക്കിങ്. കംപ്ലീറ്റ്ലി അടിക്കുന്ന ഷോട്ട് മൊത്തം ടാർഗറ്റിൽ. അത് ഇറ്റ് കുഡ് ഹാവ് ബീൻ വേഴ്സ്. അത് 6-7 ഗോൾ വരെ പോയായിരുന്നു. ഒരു ഫസ്റ്റ് കളി തുടങ്ങിയപ്പോൾ തന്നെ ആർക്കാ സിമിയോണിക്ക് ഒരു ചാൻസ് കിട്ടി. അത് നമ്മളെ ജോൻ ഗാർസിയ സേവ് ചെയ്തുകൊണ്ട് അതിൽ നിന്നൊരു ഗോൾ പോയി. പിന്നെ ഒരു ഗോൾ ലൈൻ സേവ് ഉണ്ടായിരുന്നു, ജൂലിയൻ അൽവാറസ് അടിച്ചത്, കൂണ്ട സേവ് ചെയ്തത്. ഇല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ 6-0 ആയിരുന്നു. അത്രയും ഒരു ഓഫായ കളിയായിരുന്നു കളിക്കുന്നുണ്ടേ. അദ്ദേഹം പറഞ്ഞു ഈ റാഫീഞ്ഞ അല്ലെങ്കിൽ പെഡ്രി ഇവരൊന്നും ഇല്ലെങ്കിൽ ടീം കംപ്ലീറ്റ്ലി ഡെഡാണ്. പിന്നെ ഇന്നത്തെ സ്റ്റാർട്ടിങ് ലെവലിൽ ലെവൻഡോസ്കിക്ക് ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഈ സീസണിൽ അത്ര കളിയൊന്നും കളിക്കാത്തൊരു പ്ലെയറാണ് ലെവൻഡോസ്കിനെ ഈ സീസണിൽ ഇത്രയും സബ് ആയിട്ട് റെസ്റ്റ് ചെയ്തൊരു പ്ലെയറെ ഈ സീസണിൽ എന്തുകൊണ്ട് നമ്മളെ ഈ കോപ്പ ഡെൽ റേ മാച്ചിൽ സ്റ്റാർട്ടിങ്ങിൽ ഇറക്കുക? അത്രക്ക് ഔട്ട് ഓഫ് ഫോം ഒന്നും ആയിട്ടില്ല ലെവൻഡോസ്കി. അത്രക്ക് അതപ്പതിച്ച് പോയിട്ടില്ല ലെവൻഡോസ്കി. ഈവൻ ദോ ഫെറാൻ ഒരു 10-16 ഗോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ ഐ സ്റ്റിൽ കൺസിഡർ ഹിം ബെറ്റർ ദാൻ ഫെറാൻ ടോറസ്. കാരണം ആ സൂപ്പർ കോപ്പൻ്റെ സെക്കൻഡ് ഫൈനലിൽ റയൽ മാഡ്രിഡിനെതിരെ ആ ചിപ്പ് ഗോളിൻ്റെ ലെവൻഡോസ്കിനൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും പുള്ളിൻ്റെ ക്വാളിറ്റി ആ സെക്കൻഡ് ലെഗിൽ ആ ഫൈനലിൽ ആ ഒറ്റ ഗോളിലുണ്ട് റയൽ മാഡ്രിഡ് അടിച്ചതിരെ. എന്നിട്ട് എനിക്ക് മനസ്സിലായില്ല എന്തിന് ഫെറാനെ സ്റ്റാർട്ട് ചെയ്ത്. ഓക്കെ, ഹാഫ് ടൈം 36-ാം മിനിറ്റിൽ നമ്മളെ കസാഡോക്ക് യെല്ലോ കാർഡ് കിട്ടിയിട്ട് കസാഡോനെ ഒരു ടാക്ടിക്കൽ ഡിസിഷനായിട്ട് ലെവൻഡോസ്കിക്കിനെ സബ് ഇറക്കി കസാഡോക്ക് പകരം. അറ്റ്ലീസ്റ്റ് അപ്പോഴെങ്കിലും ഫെറാൻ ഒന്ന് വിങ്ങിലേക്ക് പോയി കളിക്കാം. ഈ കളി ആ ലെഫ്റ്റ് വിങ് റാഫീനും റാഷ്ഫോർഡും കളിക്കുന്ന വിങ് കംപ്ലീറ്റ്ലി എംപ്റ്റി, കംപ്ലീറ്റ്ലി ഡെഡ് എൻഡ്. ഒരു മനുഷ്യനില്ല. ആ 78 മിനിറ്റിലോ 75 മിനിറ്റിലോ ക്യാൻസൽ ഇറങ്ങിയതിന് ശേഷമാണ് ആ വിങ്ങിലൂടെ അറ്റാക്ക് വരുന്നത്. അല്ലാണ്ട് ആ വിങ്ങിൽ ഒരു പിണ്ണാക്കും ഉണ്ടായിട്ടില്ല. ഫെറാൻ ഈസ് അതായത് സ്ട്രൈക്കറായിട്ട് ലെവൻഡോസ്കി കളിക്കുമ്പോൾ ഇവനെന്തിനാ അതിൻ്റെ ഇടയിൽ കയറേണ്ട ആവശ്യം? ഇവൻ സെൻട്രലിൽ കളിക്കേണ്ട ആവശ്യം എന്താ? വിങ്ങിൽ കളിച്ചു കൊടുത്തൂടെ? റൈറ്റ് ഫുട്ടഡ് പ്ലെയറാന്ന്. ഒരു കളിയൊന്നും വിങ്ങിൽ കളിക്കാണ്ടിരിക്കാൻ പറ്റാത്തൊന്നുമല്ലല്ലോ. കംപ്ലീറ്റ്ലി ഡിസാസ്ട്രസ് പെർഫോമൻസ് ആണ് ബാർസലോണ. സെക്കൻഡ് ഹാഫിൽ തുടക്കത്തിൽ ആ ഒരു ഗോൾ കിട്ടിയെങ്കിലും ഗോൾ സ്കോർ ചെയ്തില്ല. എൻ്റെ അമ്മയെ പൊടി വ്യത്യാസത്തിൽ അത് ഓഫ് സൈഡ് ആക്കി കളഞ്ഞ്. അതാണ് കളീൻ്റെ മൊമെൻ്റ് എടുത്ത് പോയത്. കളീൻ്റെ മൊമെൻ്റ് എടുത്ത് ചിലപ്പോൾ ആ ഒരു ഗോൾ കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലും സംഭവിക്കായിരുന്നു. 4 ഗോളൊന്നും അടിക്കുന്ന എനിക്ക് ഇന്ന് എന്തായാലും തോന്നിയിട്ടില്ല. കാരണം അത്രയും കംബാക്ക് ഒന്നും എപ്പോഴും നടക്കുന്നതല്ല കംബാക്ക്. പക്ഷേ ഒരു 2 ഗോളെങ്കിലും ഈ കോപ്പ ഡെൽ റേൻ്റെ ഈ ഫസ്റ്റ് ലെഗിൽ അടിക്കണമായിരുന്നു. കാരണം എന്നാലും സെക്കൻഡ് ലെഗിലേക്ക് ഒരു ഹോപ്പ് വെക്കാൻ പറ്റും. സെക്കൻഡ് ലെഗിൽ ഹോമിലാണെങ്കിലും ഒരു ഹോപ്പ് വേണം അത്ലറ്റിക്കോൻ്റെ എതിരെ കളിക്കുമ്പോൾ. കാരണം അവർ ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യാനായിരിക്കും വരുന്നത്. അവർ ഈ ഓൾ ഔട്ട് അറ്റാക്ക് ഇന്ന് കളിച്ച പോലെ ഓൾ ഔട്ട് അറ്റാക്കിലായിരിക്കില്ല അന്ന് കളിക്കുക. അന്ന് കംപ്ലീറ്റ് ഡിഫെൻസ് കൗണ്ടറിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും അവർ വരുന്നത് സെക്കൻഡ് ലെഗ് കളിക്കാൻ. ആ സെക്കൻഡ് ലെഗ് കളിക്കുമ്പോൾ ഈ കൗണ്ടറിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ ഈ ബാർസലോണയുടെ ഈ ഡിഫെൻസിങ് സെറ്റിങ്സ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഒരു ഗോൾ പോലും അന്ന് കൺസീഡ് ചെയ്യില്ല. 4 ഗോൾ അടിച്ചാൽ തന്നെ ഒരു ഗോൾ പോലും കൺസീഡ് ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല. പിന്നെ അത്രയും ഇന്ന് അത്ലറ്റിക്കോ ചെയ്തവർ ഔട്ട് പ്ലേ ചെയ്യണം സെക്കൻഡ് ലെഗിൽ. റാഫീന, പെഡ്രി, റാഷ്ഫോർഡ്, അറ്റ്ലീസ്റ്റ് റാഷ്ഫോർഡെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു വിങ്ങിൽ എന്തെങ്കിലും കളിക്കാൻ. ഈ യമാൽ കംപ്ലീറ്റ്ലി ഓഫ് ആയിരുന്നു. ലൈക്ക് മിഡ്ഫീൽഡ് ഫെർമീൻ്റെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു കളി സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ. അതൊന്നും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല നമുക്ക്. ആകെ ഇന്ന് മെനക്കെട്ട് കളിച്ചത് ഫ്രാങ്കി ഡിജോങ്ങ. പോരാത്തതിന് എറിക് ഗാർസിയൻ്റെ റെഡ് കാർഡും. ഇമ്പോർട്ടൻറ്റ് ഈ സീസണിൽ ഒരു കളി പോലും മിസ് ചെയ്യാത്ത ഇമ്പോർട്ടൻറ്റ് പ്ലെയർ സീസണിൽ വൺ ഓഫ് ദി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കളിക്ക് നമ്മളെ ടീമിലില്ല. സെക്കൻഡ് ലെഗിൽ കളിക്കാനുണ്ടാവില്ല. പിന്നെ അത്ലറ്റിക്കോൻ്റെ ഫസ്റ്റ് ഹാഫ് നമ്മൾ മെൻഷൻ ചെയ്തേ പറ്റൂ. ടോട്ടൽ ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡോമിനൻസ്. 2 വിങ്ങിൽ ലുക്മാനും
സിമിയോണിൻ്റെ പേസിനെ പിടിച്ചു നിർക്കാൻ ബാർസലോണക്ക് പറ്റിയില്ല. പിന്നെ ഫസ്റ്റത്തെ ആ ഗോളിൻ്റെ മിസ്റ്റേക്കും അതൊരു ടോട്ടൽ ബ്ലണ്ടർ ആയിരുന്നു നമ്മളെ ജോൻ ഗാർസിയൻ്റെ കയ്യിൽ നിന്ന്. പക്ഷേ അത്ലറ്റിക് ആ ഗോൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ 3-0 നമ്മൾ തോക്കേണ്ട കളിയാണ്. പക്ഷേ ലുക്മാൻ ആൻഡ് ഡിയാഗോ സിമിയോണി ഒരു രക്ഷ ഉണ്ടായില്ല. ജിയാൻലോ സിമിയോണി രണ്ടുപേരും ഒരു രക്ഷ ഉണ്ടായില്ല. എന്മാതിരി കളിയാണ് കളിച്ചുകൊണ്ടിരുന്നത്. ലുക്മാൻ അത്ലറ്റിക് ഈ സീസണിൽ സൈൻ ചെയ്തതിൽ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് സൈനിങ്. വൺ ഓഫ് ദ അത്ലറ്റിക്കോൻ്റെ ഈ സീസൺ 3 കളിയെ ലുക്മാൻ കളിച്ചിട്ടുള്ളൂ അത്ലറ്റിക്കോനെ. അതിൽ തന്നെ പ്രൂവ് ചെയ്തിട്ടുണ്ട് ലുക്മാൻ ബെസ്റ്റ് സൈനിങ് ആണ്. 3 കളിയിൽ 2 ഗോളായി ഇപ്പോൾ തന്നെ അത്ലറ്റിക്കോന് വേണ്ടിയിട്ട്. ടോട്ടൽ ഡീൽ ബ്രേക്കറാണ് ലുക്മാൻ. പക്ഷെ എത്ര കാലം ഈ ഫോം അതായത് അത്ലറ്റിക്കോൻ്റെ ഒരു പ്ലേയിങ് സ്റ്റൈൽ വെച്ചിട്ട് ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാവും എന്നറിയില്ല. പക്ഷെ ലുക്മാനും ഡിയോഗോ സിമിയോണും കംപ്ലീറ്റ് ഡേഞ്ചറാണ് ആ വിങ്ങിൽ. പട്ടേന്ന് പറഞ്ഞിട്ട് അറ്റാക്ക് വരുന്നത്. ജൂലിയൻ അൽവാരസും ഡിസംബറിൽ ലാസ്റ്റ് ഗോൾ അടിച്ച ഡിസംബർ 9 ലാസ്റ്റ് ഗോൾ അടിച്ച ജൂലിയൻ അൽവാരസിന് ഫെബ്രുവരി 12 ഗോൾ കൊടുത്തു. അതുപോലെ ഒക്ടോബർ 10 ലാസ്റ്റ് ഗോൾ അടിച്ച വിനീഷ്യസ് ജൂനിയറിന് 2 മാസം കഴിഞ്ഞിട്ട് ബാർസലോണയായിട്ട് കളിക്കുമ്പോൾ ഗോൾ അടിക്കാൻ പറ്റുന്നത്. ഇതെന്തെന്ന് ഇത്രയും കാലം ഗോൾ അടിക്കാണ്ട് നിന്നിട്ട് ഇവർ ബാർസലോണയ്ക്കെതിരെ വരുമ്പോൾ മാത്രം ഗോൾ അടിക്കുന്നു. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഡിഫൻസിൻ്റെ ഈ ബിഗ് മാച്ചസിൽ ഡിഫൻസിൻ്റെ ക്വാളിറ്റി ഇത് ഇന്നൊരു കംപ്ലീറ്റ് ഓർമ്മിക്കാൻ പോലും സ്വപ്നത്തിൽ പോലും ഓർമ്മ വരാൻ ഇഷ്ടമില്ലാത്തൊരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. ഞാൻ കളി തുടങ്ങിയപ്പോൾ വിചാരിച്ചുകൊണ്ടിരുന്ന അറ്റ്ലീസ്റ്റ് 2 ഗോളെങ്കിലും അടിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സെമി ഫൈനലായിട്ട് 2 ഗോളെങ്കിലും ചിലപ്പോൾ ഒരു ഗോൾ കയറിയിരുന്നെങ്കിൽ ആ ഒരു ഗോളായിട്ട് കൺവേർട്ട് ആയിരുന്നെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഇത് കിട്ടിയാൽ നമുക്കിന്ന് ഒരു അഡ്വാൻറ്റേജ് കിട്ടിയാൽ കളി കംപ്ലീറ്റ്ലി മാറാൻ. കാരണം ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പേടിയാവും അത്ലറ്റിക്കോന്. ഇറ്റ്സ് പാർട്ട് ഓഫ് ദെയർ മെൻറ്റാലിറ്റി. അപ്പോൾ അതിൽ ഐ തിങ്ക് എനിക്ക് പെഡ്രിയും റാഫീനും എല്ലാം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടാവുള്ളൂ ടീമിൽ. അല്ലാണ്ട് ഈ സെക്കൻഡ് ലെഗിൽ ഈ ടീം വെച്ചിട്ട് ഒരു ഹോപ്പും നമുക്കില്ല. പക്ഷെ ഫ്ലിക്കിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ. അതായത് ഒരു സൈഡിൽ കംപ്ലീറ്റ് ഹോപ്പ് ഈ ഫസ്റ്റ് ലെഗിൽ പെർഫോമൻസ് കണ്ടിട്ട് പോയെങ്കിലും ഫ്ലിക്കെന്നുള്ള ഒരു പേഴ്സണൽ ബാർസലോണനെ എങ്ങനെ കുഴിയിൽ കിടന്ന ബാർസലോണനെ എടുത്ത് ഈ ലെവലിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഐ റെസ്പെക്ട് ഹിം ആൻഡ് ഐ റെസ്പെക്ട് ഹിസ് ഡിസിഷൻസ്. ആൻഡ് സെക്കൻഡ് ലെഗിൽ എന്തെങ്കിലും കുറച്ച് ചേഞ്ചസ് കൊണ്ടുവരും. റാഫീനെയും റാഷ്ഫോർഡും അതേപോലെ പെഡ്രിയും തിരിച്ചു വന്ന് ഒരു പ്രോപ്പർ ടീമായിട്ട് കളിക്കാൻ പറ്റും എന്നുള്ളത് ഇതാക്കുന്നു. ആൻഡ് ക്യാമ്പ് ന്യൂവിലാണ് കളി. ഐ ഹോപ്പ് വി ക്യാൻ ഗെറ്റ് ഇൻ ലൈക്ക് ഒരു ഗോൾ കൺസീഡ് ചെയ്യാണ്ട് 4 ഗോൾ എങ്കിലും അടിക്കാൻ പറ്റുന്നു സെക്കൻഡ് ലെഗ്. ബിക്കോസ് ഈ ടീമിനെ കൊണ്ട് അത് പറ്റും. ഇവിടെ പറയുന്നത് പറ്റുന്നു, പക്ഷെ ഇവിടെ പറയുന്നത് പറ്റൂല. അതാണ് ഫുട്ബോൾ. എന്നാലും നോക്കാം. So see you in another video and bye.